presence of my Savior. Spirit, lead me where my trust is without borders. Let me walk upon the water. ഷലോം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ പിശാചിൻ്റെ അറ്റാക്കിനെ കുറിച്ചാണ്. സൈറ്റൻ എപ്പോഴും നമ്മളെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെയാണ്. കാരണം നമ്മുടെ പ്രാർത്ഥന അവനെ അറ്റാക്ക് ചെയ്യുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ പ്രാർത്ഥന കൂടുതലായിട്ട് തുടരുകയാണ് നമ്മൾ വേണ്ടത്. പിശാച് അറ്റാക്ക് ചെയ്യുന്ന പല രീതികളുണ്ട്. നിൻ്റെ കോൺസെൻട്രേഷൻ കളയും, നിനക്ക് ആകുല ചിന്തകൾ ഇട്ട് തരും, ലോകത്തിൻ്റെതായ ചിന്തകൾ വരും, അല്ലെങ്കിൽ വേറെ നിനക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഇതിലേക്കൊക്കെ നിൻ്റെ മനസ്സ് പാറിപ്പോകാനിടയാവും. പിന്നെ മൊബൈലെടുത്ത് ഇടയ്ക്ക് പ്രാർത്ഥനയുടെ ഇടയ്ക്ക് ഒരിക്കലും ചെയ്യരുത്. നീ ഒരു രാജാവിൻ്റെ മുമ്പിലാണ്, അല്ലെങ്കിൽ ഒരു വലിയ ഒരാളുമായിട്ട് ഇൻ്റർവ്യൂ ചെയ്യാനിരിക്കുമ്പോൾ നമ്മൾ മൊബൈലെടുക്കും. മൊബൈലെന്തെങ്കിൽ സൈലൻസിലിടും അല്ലേ, അല്ലെങ്കിൽ മൊബൈൽ മാറ്റി വയ്ക്കും. അപ്പോൾ അതുപോലെ നീ വളരെ ശ്രദ്ധയോടെ, വളരെ ഭയഭക്തിയോടെ, റെഫറൻസോട് കൂടി വേണം ദൈവസന്നിധിയിൽ വരാനായിട്ട്. മൊബൈൽ കുറേ നേരത്തേക്ക് വിളിച്ചില്ലെങ്കിൽ ഒരു കുഴപ്പമില്ലെങ്കിൽ നീ അത് മാറ്റി വയ്ക്കുക. അതിന് ശേഷം നിനക്ക് വിളിക്കാമല്ലോ. അങ്ങനെ മൊബൈൽ ആണ് ഏറ്റവും വലിയ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിന് തടസ്സം. ഇപ്പോൾ പിശാച് കൊണ്ടൊന്നും പറയാൻ പറ്റില്ല, നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളത് മാറ്റി വയ്ക്കുക. കാരണം അതിലെ പോപ്പ് സൗണ്ടൊക്കെ വരുമ്പോൾ നമ്മൾ അറിയാതെങ്കിലും അതിലേക്ക് ശ്രദ്ധിച്ചു പോകും. അതുകൊണ്ട് മൊബൈൽ നീ മാറ്റി വെച്ചിട്ട് വേണം പ്രാർത്ഥിക്കാനിരിക്കേണ്ടത്. എന്നാലേ ഒരു എഫക്റ്റീവായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമുക്കിപ്പോൾ പാപത്തിൽ വീണ് കിടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവൻ പ്രാർത്ഥിക്കാൻ താല്പര്യം ഉണ്ടാവില്ല. പ്രയർലെസ്നെസ് ആണ് ദൈവത്തിൽ നമ്മളെ ഹൈഡ് ചെയ്യുന്ന ഒരു ഘടകം, പ്രാർത്ഥനയിൽ നിന്ന് ഹൈഡ് ചെയ്യുന്ന ഘടകം. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദവും ഹവ്വയും പാപം ചെയ്തപ്പോഴാണ് അവർ ദൈവത്തിൽ നിന്ന് അകന്നു പോയത്. അതിന് മുമ്പ് ദൈവമായിട്ട് ആ ഫെലോഷിപ്പിംഗ് ഉണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാ ദിവസവും കൺസിസ്റ്റൻ്റ് ആയിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത് ഇടയ്ക്കൊന്ന് നിർത്തിപ്പോയാൽ പിന്നെ അത് പിശാച് വീണ്ടും തടസ്സങ്ങൾ ഉണ്ടാക്കും, വീണ്ടും അത് തടസ്സപ്പെട്ടു പോകാനിടയാവും. അപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് എൻ്റെ കീ. അപ്പോൾ പ്രാർത്ഥനാ ജീവിതത്തിൽ പിശാചിൻ്റെ അറ്റാക്കുകളെ അതിജീവിച്ച് നീ പോകണമെന്നുണ്ടെങ്കിൽ അവനറിയാം നീ പ്രാർത്ഥനയിൽ തുടർന്ന് പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നീ ഒരു ജയൻ്റ് ആയിത്തീരും. നിന്റെ ഇന്നമാൻ സ്ട്രോങ് ആവും. അപ്പോൾ നീ ജയൻ്റ് ആകുമ്പോൾ പിന്നെ പിശാചിനെ എന്നെ പിടിച്ചാൽ കിട്ടത്തില്ല. നിന്നിൽ അഭിഷേകം വരുമ്പോൾ വഴുതി പോകില്ലേ, എണ്ണയുള്ള ഇതിൽ പിടിക്കാൻ പറ്റില്ലല്ലോ. അതുപോലെ ഓയിൽ അനോയിൻറ്റിങ് അല്ലെങ്കിൽ ആ ഒരു അഭിഷേകത്തിൽ നീ നിൽക്കുമ്പോൾ പിശാചിന് എന്നെ തൊടാൻ പറ്റില്ല. ഒരു രോഗവും നിന്റെ ശരീരത്തിലേക്ക് ഇടാൻ പറ്റില്ല. ഒരു പ്രയാസം കൊണ്ട് നിന്നെ വലയ്ക്കാൻ പറ്റില്ല. എല്ലാത്തിനെ നീ അതിജീവിക്കും അല്ലേ. വി ആർ മോർ ദാൻ കോൺകറേഴ്സ്. അപ്പോൾ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പ്രാർത്ഥനാ ജീവിതം ഒരിക്കലും പോകാതിരിക്കാൻ, അതിൽ നിന്ന് പിന്മാറി പോകാതിരിക്കാൻ എല്ലാം നീ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക. അങ്ങനെയെങ്കിൽ ഒരു സക്സസ് ആയിട്ടുള്ള പ്രാർത്ഥനാ ജീവിതം നിന്നെ ഉയരങ്ങളിലേക്ക് നടത്തും. ദൈവത്തോട് കൂടെ പരിശുദ്ധാത്മാവിനോട്